ഏറെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക വിവരങ്ങൾ എന്തെല്ലാം നമുക്ക് ഈ നിമിഷത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയും? രശ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടകരവും അതോടൊപ്പം തന്നെ ഉള്ളുലയ്ക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾക്കാണ് ഇപ്പോൾ പിന്നിട്ട 2 ദിവസങ്ങളായിട്ട് കുവൈത്തിലെ പ്രവാസി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ചെറിയൊരു തീപിടുത്തമായി ഒതുങ്ങുമായിരുന്ന ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്ട് 49 മനുഷ്യരാണ്. അതും 20-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഈ മരണപ്പെട്ടവരിൽ അധിക പേരും. ഒരു കുടുംബത്തിൻ്റെ ഉപജീവനം തേടി വന്ന് വലിയ സ്വപ്നങ്ങളുമായി വന്ന തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ വിധത്തിൽ യാത്ര പോകുന്നതിൻ്റെ സങ്കടകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കുവൈത്തിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നിച്ച് താമസിച്ച് മാസങ്ങളായി ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരേ കെട്ടിടത്തിൽ താമസിച്ച് വന്നവരിൽ ഏതാണ്ട് 23 മലയാളികൾ ഇല്ലാതാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും വലിയ സമയം തന്നെ എടുത്തേക്കും. ഇത്രയും വലിയൊരു ആഘാതത്തിലേക്ക് ഒരു വെളുപ്പിന് 4 മണിക്കുണ്ടായ ഒരു തീപിടുത്തം എത്തിച്ചേരുമെന്ന് ഒരിക്കൽ പോലും കുവൈത്തിലെ ഈ പ്രത്യേകിച്ച് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഈ ആഘാതം എന്നത് ഒരുപക്ഷെ നീണ്ടകാലം തന്നെ കുവൈത്തിനെ വേട്ടയാടുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ദുജൈജി മോർച്ചറിയിൽ നിന്നും ഈ എംബാമിംഗ് നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുവൈത്ത് സമയം 10 മണിയോടുകൂടി, അതായത് ഇന്ത്യൻ സമയം ഒരു 12:30 മണിയോടുകൂടി മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ എയർപോർട്ടിലേക്ക് നീങ്ങും. അവിടെ നിന്ന് ഈ കുവൈത്ത് സമയം 1 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 3:30 മണിയോടുകൂടിയായിരിക്കും വിമാനം പുറപ്പെടുക. ഏത് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ച ചെറിയ അവ്യക്തത ഇപ്പോൾ പോലും തുടരുന്നുണ്ട്. കാരണം കേന്ദ്രം അയച്ചിരിക്കുന്ന വിമാനം കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുവൈത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ അമീർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനങ്ങളും നമുക്കറിയാൻ സാധിക്കും. പെരുന്നാളിൻ്റെ അവധിക്ക് വേണ്ടി ഒരു രാജ്യം, ഗൾഫ് മേഖല ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്തരമൊരു വലിയ അത്യാഹിതം ഉണ്ടാകുന്നതും നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളെ മുതൽ അവധി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു നിലക്കുള്ള പ്രയാസവും വരരുത് എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ എംബാമിംഗ് നടപടികൾ വളരെ പെട്ടെന്ന് കുറ്റമറ്റ രീതിയിൽ വളരെ പൊടുന്നനെ തന്നെ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. കുവൈത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായി തന്നെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി കുവൈത്ത് അമീർ നിയോഗിക്കുകയും കൂടി ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ യുദ്ധകാലാടിസ്ഥാനം എന്നതിന് തന്നെ പറയേണ്ടി വരും. ആ സ്വഭാവത്തിലാണ് ഇന്നിപ്പോൾ നടപടിക്രമങ്ങൾ നീണ്ടത്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിലും പറഞ്ഞിരുന്നു, മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഒരു പക്ഷേ ദിവസങ്ങൾ തന്നെ എടുത്തേക്കും, DNA പരിശോധന ഉൾപ്പെടെയുള്ളവ വേണ്ടി. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ കമ്പനി നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ, രേഖകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ ഇവരെല്ലാം വിളിച്ചു വരുത്തി വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ മൃതദേഹങ്ങളും 23 മലയാളികളുടേത് ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. ആ തിരിച്ചറിയുക മാത്രമല്ല, എത്രയും പെട്ടെന്ന് എംബാമിംഗ് നടപടികൾ പൂർത്തീകരിച്ച് ഉറ്റവർക്ക് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു നിർദ്ദേശവും കുവൈത്ത് അമീർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകി. ഈ കേന്ദ്ര വിദേശകാര്യ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടോ? രേഷ്മ, ഒരു മൃതദേഹം കൂടി മാത്രമാണ് ഇനി തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. അത് മലയാളിയുടേതാണെന്ന ചെറിയൊരു സംശയം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതല്ലാത്ത എല്ലാ മൃതദേഹങ്ങളും 49-ൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 46-ഉം ഇന്ത്യക്കാരുടേതാണ്. 3 മൃതദേഹങ്ങൾ മാത്രമാണ് മറ്റു രാജ്യക്കാരുടേതായിട്ടുള്ളത്. 46 മൃതദേഹങ്ങളിൽ 45 മൃതദേഹങ്ങളുമായിട്ടായിരിക്കും ഇന്ന് പ്രത്യേക വിമാനം കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്രമപ്രകാരം 3:30 മണിക്ക്, ഇന്ത്യൻ സമയം 3:30-ക്ക് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം 8:30 മണിയോടുകൂടി കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്ന് അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്ന ആംബുലൻസുകളിൽ അതാത് വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൈമാറാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. നേരത്തെ വീണ ജോർജിൻ്റെ സന്ദർശനം ഇത് രാത്രി 12 മണിയോടുകൂടി കുവൈത്തിൽ അവർ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. പരിക്കേറ്റ ആശുപത്രിയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള 12 പേരെ കാണുക എന്നതുൾപ്പെടെയുള്ള ദൗത്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും അവരുടെ യാത്ര റദ്ദാക്കിയതുകൊണ്ട് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്ന ഒരു മുൻഗണന പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങിയത്. അത് ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. രാത്രി കുവൈത്ത് സമയം 1 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെടുമെന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ.